ഹായ്, ഞാൻ ഡോക്ടർ ആരോമൽ. ഞാൻ എൻഡോക്രൈൻ ആൻഡ് ബ്രസ്റ്റ് സർജനാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. കാര്യം ഇന്ന് ഇൻഷുറൻസുകളുടെ കാലമാണ്, ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാലമാണ്. അപ്പോൾ പണ്ട് ഒരു ചെറിയ ശതമാനം ആൾക്കാർ മാത്രമേ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ മുന്നിലിരുന്ന കൂടുതൽ രോഗികളും തൈറോയ്ഡ് മുഴയുള്ള രോഗികളും തൈറോയ്ഡ് ക്യാൻസർ രോഗികളൊക്കെയാണ്. അപ്പോൾ അവർക്കൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇവർ എടുക്കണോ, അതോ എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രിക്കോഷൻസ് സ്വീകരിക്കണം? അപ്പോൾ ചില ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടറെ, ഞാൻ ഒരു വർഷം മുമ്പ് ഒരു മുഴ കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഇൻഷുറൻസിൻ്റെ ഏജന്റ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആദ്യം ഇൻഷുറൻസ് എടുക്കൂ, ഒരു 2 വർഷമോ 3 വർഷമോ കഴിയുമ്പോൾ ഇൻഷുറൻസ് കിട്ടും, എന്നിട്ട് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന് പറയും. അപ്പോൾ ഈ സാധാരണക്കാരായ എല്ലാ മനുഷ്യരും അത് വിശ്വസിച്ച് പോകും. അവർ ഇൻഷുറൻസ് ഇതുപോലെ ചെയ്യും. അതായത് മുഴ അവിടെ വെച്ചിരുന്നിട്ട് ഈ ഇൻഷുറൻസ് എടുക്കും, 1-2 വർഷം കഴിഞ്ഞിട്ട് ഓപ്പറേഷന് വരും. അപ്പോൾ എന്താണ് വളരെ ദയനീയമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻഷുറൻസ് റിജക്റ്റ് ആവും. അപ്പോൾ എപ്പോഴും എല്ലാ ഇൻഷുറൻസ് കമ്പനികളിലും ക്ലോസ് ഉണ്ട്. നമ്മൾ സാധാരണ മാർക്കറ്റ് റിസ്ക് എന്ന് മ്യൂച്വൽ ഫണ്ടിൽ കാണാറുള്ളത് പോലെ തന്നെ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസിനും ക്ലോസുകളുണ്ട്. അപ്പോൾ ഈ തൈറോയ്ഡ് രോഗങ്ങളുടെ മെജോറിറ്റിയുടെയും ക്ലോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നേരത്തെ ഉള്ള പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തൈറോയ്ഡുള്ള മുഴകൾ, പണ്ടേ ഉള്ള മുഴകളെ ഈ ഹെൽത്ത് ഇൻഷുറൻസുകൾ കവർ ചെയ്യില്ല. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയാനുള്ള കാരണം, നിങ്ങൾക്കൊരു തൈറോയ്ഡ് മുഴ ഉണ്ടെങ്കിലോ ആ മുഴ ഓൾറെഡി തന്നെ നോട്ടിഫൈഡ് ആയിട്ടുണ്ട്, അതായത് ഇൻഷുറൻസുകാർക്ക് അറിയാമെന്നുണ്ടെങ്കിലോ ഹോസ്പിറ്റലിൽ അത് നോട്ടിഫൈഡ് ആയിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ഈ ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ തൈറോയ്ഡ് പരമായ ട്രീറ്റ്മെൻറ്റിന് ഒരു ഉപയോഗവും ലഭിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടുന്നത്, നിങ്ങൾക്ക് തൈറോയ്ഡ് മുഴയോ തൈറോയ്ഡിന് അസുഖമോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായി നിങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അത് ഓൾറെഡി നോട്ടിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ആ ഏജൻറ്റിൻ്റെ അടുത്ത് ക്ലിയറായി ചോദിച്ച് മനസ്സിലാക്കണം, 2-3 വർഷം കഴിഞ്ഞിട്ട് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ലഭിക്കുമോ എന്ന്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ 99% ആൾക്കാരിലും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിന് ഈ ഇൻഷുറൻസുകൾ ലഭ്യമല്ല. അപ്പോൾ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഏതാണ്ട് 30% പേർക്ക് തൈറോയ്ഡ് രോഗമുണ്ട്. അപ്പോൾ നിങ്ങളിൽ ഒരു തൈറോയ്ഡ് മുഴ കണ്ടെത്തുകയാണെങ്കിൽ തൈറോയ്ഡിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് അല്ലെങ്കിൽ മുഴയുടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഇൻഷുറൻസ് ലഭിക്കുക ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ ഒരിക്കലും ഒരു ഇൻഷുറൻസിൽ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കുകയാണ് നല്ലത്. താങ്ക് യു.